അമ്മേ. ആഹാ, എണീറ്റ് വന്നോ? മണി 10 നിന്നെ പോലെ ഒരു പെങ്കൊച്ചല്ലേടി ആ അപ്പുറത്തെ വീട്ടിലെ മാളും. ആ കൊച്ചു രാവിലെ 5 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കും. ഓ, അമ്മ രാവിലെ തന്നെ തുടങ്ങിയോ? ഇവിടെ ഒരുത്തിയുണ്ട്, ഉച്ചയാവാതെ ആ കട്ടിലേന്ന് പൊങ്ങൂല. എന്നാ എണീറ്റാലെങ്കിലും പുസ്തകം ഒന്ന് തുറക്കണ്ടേ? അതെങ്ങനെയാ? പുസ്തക അലർജി അല്ലേ? എന്റെ അമ്മേ, എത്ര നേരം പഠിക്കുന്നു എന്നുള്ളതിലല്ല, എന്ത് പഠിക്കുന്നു എന്നുള്ളതിലാ കാര്യം. അമ്മയുടെ മോൾക്കേ കുറച്ച് ബുദ്ധി കൂടുതലായോണ്ട് കുറച്ച് സമയം പഠിച്ചാൽ മതി. ആ, അത് നിന്റെ മാർക്ക് ലിസ്റ്റ് വരുമ്പോഴേ ഞാൻ കാണാറുണ്ട് നിന്റെ ബുദ്ധിയുടെ കാര്യം. ദേ പെണ്ണെ, ഈ വർഷം 10ാം ക്ലാസ്സിലോട്ടാ, മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം. ഈ വർഷം പഠിച്ച് നല്ല മാർക്ക് മേടിച്ചാലേ നല്ല കോഴ്സിലൊക്കെ ചേർന്ന് നല്ല ജോലിയൊക്കെ കിട്ടത്തുള്ളൂ. ഓ പിന്നെ, 10ാം ക്ലാസ്സല്ലേ എന്റെ ഭാവി നിശ്ചയിക്കാൻ പോണത്. ഒന്ന് പോയേമ്മേ. ഓ, എന്തു പറഞ്ഞാലുണ്ട് നിന്റെ ഒരു തർക്കുത്തരം. അനുഭവിച്ചോ, സ്വന്തമായിട്ട് അനുഭവിക്ക് ചെയ്തു കൂട്ടുന്നതിനൊക്കെ. ഇന്നെന്താ അമ്മേ കഴിക്കാൻ? പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നും പുട്ടോ? ഇന്നലെയും പുട്ടല്ലായിരുന്നോ? ഇന്നലെ പുട്ടും കടലക്കറി അല്ലായിരുന്നോ? ഇന്ന് പുട്ടും പഴോ? ഓ, ഈ അമ്മയുടെ കാര്യം. ഞാൻ 2 ആഴ്ച ആന്റിയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാ. അവിടെ ചെന്നാൽ നല്ല ഫുഡെങ്കിലും കഴിക്കാലോ. ആ, നീ വേഗം അങ്ങ് ഓടിച്ചെല്ല്. നിനക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരും നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ. ഇടി പെറ്റ തള്ളയുടെ അത്രയും വരുവോടി ബാക്കിയുള്ളവര്. അവള് ആന്റിയുടെ വീട്ടിലോട്ട് പോവാൻ പോണു. അതെങ്ങനെയാ? പെറ്റ തള്ളേനെ കുറ്റം പറഞ്ഞാലല്ലേ അവൾക്ക് സമാധാനം ആവത്തുള്ളൂ. നീ പറയണം, ഞാനിത് കേൾക്കണം. നിന്നെ കൊച്ചിലെ ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ. എന്റെ പൊന്നമ്മേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ പറഞ്ഞത് കേട്ട് കേട്ട് മടുത്ത് ഞാൻ. ഇനിയെങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കും. ഒന്നും ഉണ്ടാക്കി തരൂല, ഒന്നും ചെയ്യൂല. ആ, രാവിലെ എണീക്കുമ്പോ തൊട്ട് ആ ഫോണും കുത്തിയങ്ങ് ഇരുന്നാ മതി. എടി, ആ രാവിലെ വീടൊക്കെ ഒന്ന് തൂത്തിട്ടേടി. എന്റെ പൊന്നമ്മ ഒന്ന് പോയേമേ, എനിക്കങ്ങ് വയ്യ. ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. അതിന് നീ എന്ത് പണിയെടുത്തിട്ടാ നിനക്ക് റെസ്റ്റ് വേണ്ടത്? ഹോ, ഇതിനെയൊക്കെയാണല്ലോ ഞാൻ വേറൊരു കുടുംബത്തിലോട്ട് പറഞ്ഞയക്കാൻ പോണത്. ഞാൻ സ്കൂളിൽ പോകുമ്പോ ആരാ അമ്മേനെ സഹായിക്കാനുള്ളത്? അന്നേരം അമ്മ ഒറ്റയ്ക്കല്ലേ ഇതൊക്കെ ചെയ്തിടുന്നത്. അമ്മ തന്നെ ചെയ്താൽ മതി. അത് നീ സ്കൂളിൽ പോകുമ്പോഴല്ലേ. ഇപ്പൊ നീ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉള്ളപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ? കുറച്ച് കഴിയട്ടെ. ഓ, എന്ത് പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞ്. മേലെ നീ ഒരു പണി എടുക്കുവോ നീ? അതൊക്കെ അപ്പുറത്തെ വീട്ടിലെ മാളും. ഓ, എന്റെ പൊന്നമ്മേ, ഞാൻ ചെയ്തോളാം. ആ ചൂലിങ് എടുത്തിട്ട് വാ. ഹോ. ആ, അങ്ങനെ വഴിക്ക് വാ, ഇപ്പൊ എടുത്തിട്ട് വരാം. ഓ, അവളുടെ തൂപ്പ് കണ്ടില്ലേ? ഇടി ഒന്ന് ആഞ്ഞു തൂക്കടി. ആ മുറ്റത്തിന് ചൂലിന് നോവത്തൊന്നും ഇല്ല. ഓ, ഈ അമ്മ. ഇടി പെണ്ണെ, നീ ചെന്നിട്ടെ 100 പച്ചമുളകും 1 പാക്കറ്റ് മല്ലിപ്പൊടിയും മേടിച്ചിട്ട് വാ. എനിക്കെങ്ങും വയ്യ ഈ വെയിലത്ത് അവിടം വരെ പോയിട്ട് വരാൻ. ഡി, നിന്നെയും കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? അവള് കാലത്തെണ്ണിക്കും ഫോണും ഞോണ്ടിക്കൊണ്ടിരിക്കും. എന്നെ പെറ്റ തള്ളക്ക് ഒരു സഹായം ചെയ്ത് കൊടുക്കത്തില്ല. ഇനിയിപ്പൊ ഞാൻ പോണായിരിക്കും ഈ നൈറ്റ് ഇട്ടോണ്ട്. ഓ, പൈസ താ, ഞാൻ പോയിട്ട് വരാം. പിന്നെ കറക്റ്റ് പൈസ തന്നെ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് ഐസ്ക്രീം മേടിക്കാനുള്ള പൈസ കൊണ്ട് തന്നാലേ ഞാൻ പോകത്തുള്ളൂ. എന്നാ 100 രൂപ ഉണ്ട്. ബാക്കി ഇങ്ങ് കൊണ്ടുവന്നേക്കണം. ഓ, അമ്മേ, അമ്മേ. എന്നാ, ഇതെന്തുവാടി ഇത്? നിന്നോട് ഞാൻ മല്ലിപ്പൊടി മേടിക്കാല്ലേ പറഞ്ഞ? മുളക് പൊടി മേടിച്ചോണ്ട് വന്നേക്കുന്ന അവള്. അയ്യോ, മല്ലിപ്പൊടിയായിരുന്നു. മറന്നുപോയമ്മേ. ഓ, ഈ നാശം പിടിച്ച പെണ്ണ്. നീ സിപ്പപ്പ് മേടിക്കാൻ മറന്നോ? ഇല്ലല്ലോ, വേഗം ചെന്ന് മാറ്റി മേടിച്ചിട്ട് വാ. ഓ, ഇനിയും വീണ്ടും അവിടം വരെ നടക്കണോ? സ്കൂള് തുറന്നാ മതിയായിരുന്നു വേഗം. ഡി, ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കേ. ഓ, 4 മണി ആയല്ലേ? കഴിക്കാൻ എന്താമേ ഉള്ളേ? അവല് നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലൊന്ന് പോയി ചിട്ടി പൈസ കൊടുത്തേച്ചും വരാം. പിന്നെ ഞാൻ തുണിയൊക്കെ പുറത്തിട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോ തുണിയൊക്കെ എടുത്ത് മടക്കി വെച്ചേക്കണം. ഓ, ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. ഓ, ഈ പെണ്ണ് ഇതുവരെ തുണി എടുത്തില്ലേ? എത്ര നേരമായി അവളോട് പറഞ്ഞിട്ട് പോയിട്ട്.
ഇത് മീനാക്ഷി, നിന്നോട് ഞാൻ തുണി എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് നീ തുണി എടുത്ത് വെച്ചല്ലോ അല്ലെ? ഒരു പണി മര്യാദക്ക് ചെയ്യൂല. മണി 6 ഈ പെണ്ണ് ഇതുവരെ കുളിച്ചില്ലേ? കുളിക്കണം, കുറച്ച് കഴിയട്ടമ്മേ. ദേ ആ ഫോൺ എടുത്ത് ഞാൻ തോട്ടിലോട്ട് എറിയും. നീ ഫോൺ മാറ്റി വെച്ചിട്ട് വേഗം കുളിച്ച് വിളക്ക് കൊളുത്താൻ നോക്കിയേ. ആ ദൈവാനുഗ്രഹമെങ്കിലും ഉണ്ടാവും. അവൾ ഇരിക്കുന്നു രാവിലെ തൊട്ട് ഫോണിലും കുത്തി കളിച്ചോണ്ട്. ഓ, ഈ അമ്മേനെ കൊണ്ട് തോറ്റല്ലോ. ഡി, മണി 10 നിനക്ക് ഇതുവരെ ഉറങ്ങാറായിട്ടില്ലേ? ഞാൻ ഉറങ്ങിക്കോളാം, അമ്മ പോയി കിടന്നോ. എനിക്ക് ഈ വെട്ടം കണ്ട ഉറങ്ങാൻ പറ്റൂല, നിനക്ക് അറിഞ്ഞൂടെ? നീ ആ ഫോൺ എടുത്ത് വെച്ചിട്ട് കിടക്കാൻ നോക്കിയേ. ഓ ഈ അമ്മ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ.